Hello friends, welcome to Partnership Accounts Part 12. Dissolution. Piecemeal distribution. In this video, we discuss a problem on piecemeal distribution. Problem number 8. The following is the balance sheet of A, B and C as on 31st December 2016 when they decided to dissolve the firm. Balance sheet. Liabilities. Capitals. A rupees 16,500, B rupees 27,000, C rupees 9,000. Capital total 52,500. Creditors 15,000. Asset side, sundry asset rupees 67,500. Balance sheet total 67,500. The partners share profit and losses in the ratio 3:2:1. The asset realized as follows. On 15th January 2017, rupees 10,000. On 5th February 2017, rupees 20,000. On 10th February 2017, rupees 10,500. On 15th March 2017, rupees 9,000. Show the distribution of cash under proportionate capital method and maximum possible loss method. നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പാർട്ട്നേഴ്സ് എ ബി സി 3 പാർട്ട്നേഴ്സാണ്. ഒരു ഫേം ഡിസോൾവ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ബാലൻസുകൾ തന്നിട്ടുണ്ട്. എ 16,500 ആണ്, ബി 27,000, സി 9,000. ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, 15,000 ആണ് എമൗണ്ട്. അസറ്റ് സൈഡിൽ സൺട്രി അസറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, 67,500. പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, 3:2:1 ആണ്. നെക്സ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 15th ജനുവരിയിൽ അസറ്റ് റിയലൈസ് ചെയ്യുന്നു 10,000. 5th ഫെബ്രുവരിയിൽ റിയലൈസ് ചെയ്തത് 20,000 ആണ് എമൗണ്ട് കിട്ടുന്നത്. 10th ഫെബ്രുവരിയിൽ വീണ്ടും റിയലൈസ് ചെയ്തപ്പോൾ 10,500 കിട്ടി. 15th മാർച്ച് 2017 9,000 കിട്ടി. നമ്മളോട് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിലും മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡിലും ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡാണ്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, അസറ്റ് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ആർക്ക് എത്ര എമൗണ്ട് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം പാർട്ട്നേഴ്സ് തമ്മിലുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് എങ്കിൽ ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല, അതുകൊണ്ട് തന്നെ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സർപ്ലസ് ക്യാപിറ്റൽ ആർക്കാണോ ഉള്ളത് ആ ആൾക്കാർക്ക്, ആ പാർട്ട്നേഴ്സിന് ആ സർപ്ലസ് ക്യാപിറ്റൽ ആദ്യം പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ. ഇവിടെ ക്യാപിറ്റൽസ് നോക്കാം. ക്യാപിറ്റൽസ് ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, എ, ബി, സി. ക്യാപിറ്റൽ എമൗണ്ട് വരുന്നത് 16,500, 27,000, 27,000 ആൻഡ് സി 9,000. ഇവിടെ എയുടെ ക്യാപിറ്റൽ 16,500, ബിയുടെ ക്യാപിറ്റൽ 27,000, സിയുടെ ക്യാപിറ്റൽ 9,000. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ
3:2:1 ആണ്. 3:2:1 ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3:2:1 എന്നുള്ള റേഷ്യോയിലല്ല കിടക്കുന്നത്. 1 എന്ന് പറയുന്നത് സി ആണ്. 9 × 2 18 ആണ് ബിയുടെ കേസിൽ വരേണ്ടത്. എങ്ങനെ നോക്കിയാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല ഇവരുടെ ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതാവുന്നതാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. 3:2:1. ഇനി നമുക്ക് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അടുത്ത സ്റ്റെപ്പ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ 16,500 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 27,000 ഡിവൈഡഡ് ബൈ 2. 9,000 ഡിവൈഡഡ് ബൈ 1. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് നോക്കാം. 16,500 ഡിവൈഡഡ് ബൈ 3 5,500. 27,000 into 2 13,500. 9,000 divided by 1 9,000. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടുകളാണ് ഇത്. ഇനി നമുക്ക് പ്രപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. പ്രപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ഇവരിൽ ആരുടെയാണോ ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ എമൗണ്ട് ചെറുത് അതിനെ ബേസ് ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഇപ്പം നോക്കാം, എയുടെ ക്യാപിറ്റലാണ് ഏറ്റവും ചെറിയ എമൗണ്ട് വന്നിരിക്കുന്നത് 5,500. അപ്പം എസ് ക്യാപിറ്റൽ ഓഫ് ബേസ് ക്യാപിറ്റലാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ബേസിൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാവുന്നതാണ്. 5,500 നമ്മൾ ബേസ് ക്യാപിറ്റലാക്കി എടുത്തിരിക്കുന്നു. 5,500 into 3. ഇവിടെ 3 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5,500 into 3 എമൗണ്ട് 16,500. ഇവിടെ ബേസ് ക്യാപിറ്റൽ എടുക്കുന്ന ആളുടെ ഏത് പാർട്ണറാണോ ബേസ് ക്യാപിറ്റൽ എടുക്കുന്ന ആ ആളുടെ ക്യാപിറ്റൽ മാത്രം സെയിം ആയിരിക്കും, സെയിം എമൗണ്ട് തന്നെയായിരിക്കും വരുന്നത്. ബാക്കി രണ്ടുപേരുടെയും ക്യാപിറ്റലുകളാണ് മാറുന്നത്. ഇനി ബിയുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. 5,500 into 2. 5,500 into 2 ആണ് കിട്ടുന്ന എമൗണ്ട് 11,000. സിയുടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. 5,500 into 1. 5,500 into 1 5,500. ഇവിടെ ഇപ്പൊ നമ്മള് 3 പേരുടെയും പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എക്സസ് ഓഫ് ആക്ച്വൽ ക്യാപിറ്റൽ ഓവർ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഷോർട്ടായിട്ട് എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഇവിടെ എയുടെ കേസിൽ 16,500 മൈനസ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ 16,500. ഇവിടെ 0 ആണ്. എയുടെ കേസിൽ സർപ്ലസ് ക്യാപിറ്റൽ ഒന്നുമില്ല. ഇനി ബാക്കി രണ്ടുപേരുടെയും കേസിൽ നോക്കാം. 27,000 മൈനസ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ 11,000. 27,000 മൈനസ് 11,000 കിട്ടുന്ന എമൗണ്ട് 16,000 ആണ്. 16,000 ആണ്. ഇനി സിയുടേത് 9,000 മൈനസ് 5,500. 3,500 ആണ് വരുന്നത്. 3,500. ഇവിടെ രണ്ട് പാർട്ണർക്ക് ഇവിടെ എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ഒരു പാർട്ണർക്കായിരുന്നു സർപ്ലസ് ക്യാപിറ്റൽ വന്നിരുന്നതെങ്കിൽ ആ പാർട്ണറുടെ ആ സർപ്ലസ് ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ അത് പേയ്മെന്റ് നടത്തിയാൽ മതിയായിരുന്നു. ഇവിടെ രണ്ട് പാർട്ണേഴ്സിന് സർപ്ലസ് ക്യാപിറ്റൽ വരുന്നുണ്ട്. രണ്ട് പാർട്ണേഴ്സിനും സർപ്ലസ് ക്യാപിറ്റൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ആർക്ക് പേയ്മെന്റ് നടത്തണം എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ട്. അങ്ങനെ പേയ്മെന്റ് നടത്തുന്ന കേസിൽ വരുമ്പോൾ ഇവിടെ ഈ പാർട്ണേഴ്സ്
പാർട്ട്നേഴ്സിന്റെ സർപ്ലസ് ക്യാപിറ്റൽ രണ്ടും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നുവെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇവർക്ക് പേയ്മെന്റ് നടത്തായിരുന്നു. ഇവർ തമ്മിലുള്ള ഈ സർപ്ലസ് ക്യാപിറ്റൽ രണ്ടും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നുവെങ്കിൽ നമുക്ക് സർപ്ലസ് ക്യാപിറ്റലിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പേയ്മെന്റ് നടത്തി പോകാമായിരുന്നു. ഇവിടെ ഇവർ തമ്മിലുള്ള സർപ്ലസ് ക്യാപിറ്റലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ. നമ്മളിവിടെ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്, ബിക്കും സിക്കുമാണ്. നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റെപ്പിലെ കിട്ടിയ സർപ്ലസ് ക്യാപിറ്റലാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. ബിക്ക് 16,000 സിക്ക് 3,500 സർപ്ലസ് ക്യാപിറ്റൽ കിട്ടിയത്. ഇനി ഈ സർപ്ലസ് ക്യാപിറ്റലിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഈ സർപ്ലസ് ക്യാപിറ്റലുകൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആർക്കാണോ കൂടുതൽ എമൗണ്ട്, ആർക്കാണോ കൂടുതൽ ക്യാപിറ്റൽ വന്നിട്ടുള്ളത് അയാൾക്ക് വേണം ആദ്യം പേയ്മെന്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ ആർക്കാണ് കൂടുതൽ ക്യാപിറ്റൽ ഉള്ളത് എന്നറിയാനായിട്ടാണ് നമ്മൾ റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റെപ്പിലെ പോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. 2:1. ഇനി നമുക്ക് ക്യാപിറ്റലിനെ, അതായത് ഈ സർപ്ലസ് ക്യാപിറ്റലിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സർപ്ലസ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. $16,000 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8,000. 3,500 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3,500 കൊടുക്കാം. ഇനി നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഏത് പാർട്ട്ണറുടെ ക്യാപിറ്റലാണോ ചെറുത് അത് വേണം നമ്മൾ എടുക്കാനായിട്ട്. സിയുടെ ക്യാപിറ്റലിനെ വേണം ബേസ് ആയിട്ട് എടുക്കാനായിട്ട്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ ആസ് ബേസ്. സിയുടെ ക്യാപിറ്റലിനെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. 3,500 ആണ് ഇവിടെ സിയുടെ ക്യാപിറ്റൽ. അപ്പൊ 3,500 ഇൻറ്റു 2 ആണ് ബിയുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 3,500 ഇൻറ്റു 2 7,000. സിയുടെ ക്യാപിറ്റൽ 3,500 തന്നെയാണ്. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ. റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ 16,000 മൈനസ് 7,000. 16,000 മൈനസ് 7,000 9,000 കിട്ടും. ഇവിടെ സിയുടെ 3,500 മൈനസ് 3,500 0 ആണ്. അപ്പോൾ ഇവിടെ റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ ബിക്കാണ് വരുന്നത്. ബിക്ക് വരുന്നത് 9,000 ആണ്. ഈ 9,000 വേണം നമ്മൾ പാർട്ട്നേഴ്സിൽ ആദ്യം പേയ്മെന്റ് നടത്താനായിട്ട്. പാർട്ട്നേഴ്സിന് പേയ്മെന്റ് നടത്തുമ്പോൾ ആദ്യം പേയ്മെന്റ് നടത്തേണ്ടത് ബിക്കാണ്. ബിക്ക് പേയ്മെന്റ് നടത്തേണ്ടത് 9,000 ആണ്. അതിനുശേഷമാണ് സിക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. ഇത് ഫസ്റ്റ് മെത്തേഡ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡാണ്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിന് ആർക്കൊക്കെയാണോ പേയ്മെന്റ് നടത്താനുള്ളവർക്കൊക്കെ സെപ്പറേറ്റ് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽസ് എ ബി സി 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. ക്രെഡിറ്റേഴ്സ് ഔട്ട് സൈഡ് ലൈബിലിറ്റിയായി ക്രെഡിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള എമൗണ്ടുകൾ കൊടുക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള എമൗണ്ട് ആണ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് 15,000. ഇത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസുകളാണ്. ഇനി നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. നമുക്ക് പല ഡേറ്റുകളിലായിട്ട് റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അസറ്റ് റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിലവിൽ ഓപ്പണിങ്ങിലുള്ള എമൗണ്ട് ഡ്യൂകളാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഫസ്റ്റ് റിയലൈസേഷൻ നോക്കാം. റിയലൈസ്ഡ് ഓൺ 15th January ലെസ് റിയലൈസ്ഡ് ഓൺ 15th January. 15th Januaryയിൽ റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 10,000 ആണ്. 10,000 ആണ്. നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്, ആദ്യം പേയ്മെന്റ് നടത്തേണ്ടത് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ആണ് പേയ്മെന്റ് നടത്തേണ്ടത്. ഇവിടെ ഔട്ട്സൈഡ് ലൈബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റർ ആണ്. അതുകൊണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ആദ്യം കിട്ടിയ എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുകയാണ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10,000 ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തി. ഇനി നമുക്ക് ആ റിയലൈസേഷന്റെ ആദ്യം കിട്ടിയ റിയലൈസേഷൻ എമൗണ്ട് പേയ്മെന്റ് നടത്തി. ഇനിയുള്ള ബാലൻസ് നോക്കാം. ക്രെഡിറ്റേഴ്സിന് 10,000 കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ളത് 5,000 ആണ്. 5,000. പാർട്ട്നേഴ്സിനൊന്നും പേയ്മെന്റ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പഴയ ബാലൻസുകൾ തന്നെ എടുത്തെഴുതുക. ഇനി അടുത്ത റിയലൈസേഷൻ നോക്കാം. റിയലൈസ്ഡ് ഓൺ 5th February ആണ്. 5th Februaryയിലാണ് സെക്കൻഡ് റിയലൈസേഷൻ നടക്കുന്നത്. ലെസ് റിയലൈസ്ഡ് ഓൺ 5th February. 5th Februaryയിൽ നിന്ന് കിട്ടുന്നത് 20,000 ആണ്. 20,000 ആണ് ഇവിടെ 5th Februaryയിൽ നമ്മൾ റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. 20,000ൽ നിന്ന് ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ് എമൗണ്ട് പേയ്മെന്റ് നടത്തണം. ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ പാർട്ട്നേഴ്സിന് പേയ്മെന്റ് നടത്താനായിട്ട് പോകുന്നത്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിന് 5,000 കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്ററുടെ ബാലൻസുകളൊക്കെ തീർന്നു. ഇനിയുള്ള 15,000 ആണ് ബാലൻസ് കയ്യിൽ ഉള്ളത്. 20,000ല് 5,000 ക്രെഡിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ളത് 15,000 ആണ്. 15,000ല് ആദ്യം നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ആർക്കാണ്? റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ള ആൾക്കാണ്. റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചത് ആർക്കാണ്? ബിക്കാണ് റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചത്. ആ 9,000 വേണം നമ്മൾ ആദ്യം പേയ്മെന്റ് നടത്താനായിട്ട്. പെയ്ഡ് ടു ബി 9,000. ബിക്ക് 9,000 പേയ്മെന്റ് നടത്തുന്നു. ബിക്ക് 9,000 പേയ്മെന്റ് നടത്തുന്നു. 15,000 നിന്ന് 9,000 ബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 6,000 ആണ് ഉള്ളത്. ബാലൻസ് 6,000 ആണ് ഉള്ളത്. ബാലൻസ് ഉള്ള 6,000 ഇപ്പം സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്ന ബിക്ക് അഡീഷണൽ ആയിട്ട് കൂടുതലുണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ കൊടുത്തു. ഇനി ഉള്ളത് ആദ്യം സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച ആൾക്കാർ. ആദ്യം സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ബാക്കിക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ബിക്കും സിക്കും ആണ്. ഇനിയുള്ള എമൗണ്ട് ഈ 6,000 ബിക്കും സിക്കും ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ബിക്കും സിക്കും കൊടുക്കണമെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവരുടെ പ്രൊവിഷൻ ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 2:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 6,000 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ബിക്ക് 4,000 കൊടുക്കുന്നു. ബിക്ക് 4,000, സിക്ക് 2,000. നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന 15,000 നിന്ന് 20,000 5,000 ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. 15,000 ആയി. ബാക്കി 9,000 റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച ബിക്ക് കൊടുത്തു. അതിനുശേഷം ബിക്ക് സിക്കും ആണ് കൊടുക്കാനുള്ളത്. അത് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി ബാലൻസ് ഡ്യൂ കണ്ടുപിടിക്കാം. ബാലൻസ് ഡ്യൂ ക്രെഡിറ്റേഴ്സിന്റെ കോളത്തിൽ ഒന്നുമില്ല. എക്ക് 16,500 തന്നെയുണ്ട്. ബിയുടെ കോളത്തിൽ നിന്ന് 27,000 മൈനസ് 9,000 മൈനസ് 4,000 14,000. ഇനി സിയുടെ കോളത്തിൽ 9,000 ആണ്. 9,000 മൈനസ് 2,000 7,000. അപ്പോൾ നിലവില്
പാർട്ട്നേഴ്സിന് കിട്ടാനുള്ള എമൗണ്ട് ഈ എമൗണ്ടുകളാണ്. ഇനി കിട്ടാനുള്ള എമൗണ്ടുകളാണ് ഈ എമൗണ്ടുകൾ. ഇനി നെക്സ്റ്റ് റിയലൈസേഷനിലേക്ക് നോക്കാം. റിയലൈസ്ഡ് ഓൺ 10th February ലെസ് റിയലൈസ്ഡ് ഓൺ 10th February റിയലൈസ്ഡ് ഓൺ 10th February എമൗണ്ട് കിട്ടുന്നത് 10,500 ആണ്. 10,500 ആണ്. 10,500 ആണ്. 10,500 നിന്ന് ബിക്കും സിക്കുമായിട്ട് നമ്മൾ 4,500 ആണ് കൊടുക്കേണ്ടത്. പെയ്ഡ് ടു ബി ആൻഡ് സി 4,500 ആണ്. 4,500 നമുക്ക് ബിക്കും സിക്കുമായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് 2:1 എന്നുള്ള റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. 3,000 1,500 ആണ്. ഇവിടെ 4,500 വരുന്നത് നോക്കുക. ഇവിടെ 3 പാർട്ട്നേഴ്സിനും പേയ്മെന്റ് നടത്തുക എന്നുള്ളത് അവരുടെ ക്യാപിറ്റൽ ഒരുപോലെ ആകുമ്പോഴാണ് 3 പാർട്ട്നേഴ്സിനും നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് ബി ആയിരുന്നു. ബിക്കാണ് റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. അതായത് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബിക്കായിരുന്നു. അതുകൊണ്ട് ബിക്ക് ആദ്യം പേയ്മെന്റ് നടത്തി. പിന്നെയുള്ളത് സിക്കാണ്. അപ്പം ബിക്കും സിക്കും ആയിട്ട് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്ക് പേയ്മെന്റ് നടത്താൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ഒരുപോലെ ആകുമ്പോഴാണ്. അതായത് നമ്മള് ആദ്യം സർപ്ലസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. സർപ്ലസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലുകൾ നമ്മൾ നോക്കിയായിരുന്നു. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കിട്ടിയത് 16,500 എക്കും ബിക്ക് 11,000 സിക്ക് 5,500 ആയിരുന്നു. ബിക്ക് 11,000 സിക്ക് 5,500 ആയിരുന്നു. ഈ ക്യാപിറ്റൽ ബാലൻസ് ഇവിടെ എപ്പോൾ വരുന്നോ അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആയി എന്ന്. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ എക്കൂടെ പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ രണ്ടുപേരും എക്സസ് ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയി. ഇനി ഇപ്പോൾ 3 പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആയി. ഇപ്പൊ നിലവിൽ പ്രൊപ്പോർഷനേറ്റ് ആകുന്നത് വരെ എന്ത് ചെയ്യണം? അധികമുള്ള ആൾക്കാർക്ക്, ക്യാപിറ്റൽ കൂടുതലുള്ള ആൾക്കാർക്ക്, പ്രൊപ്പോർഷനേറ്റിൽ കൂടുതൽ ക്യാപിറ്റൽ ഉള്ള ആൾക്കാർക്ക് പേയ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ഇപ്പോൾ 14,000 ആണ് ഇവിടെ ബിയുടെ ക്യാപിറ്റൽ വന്നേക്കുന്നത്. സിയുടെ 7,000 ആണ്. ഇവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേറ്റ് ആവണമെങ്കിൽ 11,000 5,500 ആവണമെന്ന് പറഞ്ഞു. ഇപ്പം 14,000 11,000 ആകുക എന്ന് പറഞ്ഞാൽ 3,000 കൂടെ കൊടുത്താലേ ആവുള്ളൂ. 7,000 5,500 ആകുക എന്ന് പറഞ്ഞാൽ 1,500 പേയ്മെന്റ് നടത്തിയാലേ പറ്റുള്ളൂ. അപ്പൊ 3,000 പ്ലസ് 1,500 ആണ് ഇവിടുത്തെ 4,500 ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ 4,500 പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന എമൗണ്ട് 6,000 ആണ്. ബാലൻസ് വരുന്ന എമൗണ്ട് 6,000. ഈ ബാലൻസ് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? 3 പാർട്ട്നേഴ്സിനും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, ഈക്വൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആർക്കും പ്രത്യേക പരിഗണന ഇല്ലാത്ത രീതിയിൽ പേയ്മെന്റ് നടത്താവുന്നതാണ്. ഈ 6,000 പെയ്ഡ് ടു എ, ബി ആൻഡ് സി 3 പേർക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:2:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് എയുടെ 3,000, ബിയുടേത് 2,000, സിയുടേത് 1,000. ഇങ്ങനെയാണ് ഇവിടെ ക്യാപിറ്റലിന് എഗൈൻസ്റ്റ് ആയിട്ട് പേയ്മെന്റ് നടക്കുന്നത്. ഇനി ബാലൻസ് ഡ്യൂ കണ്ടുപിടിക്കാം. ബാലൻസ് ഡ്യൂ 16,500 എക്ക് ഉണ്ടായിരുന്നു. അതിൽ 3,000 പേയ്മെന്റ് നടത്തിയപ്പോൾ 13,500. ഇവിടെ ബിക്ക് 14,000 ആയിരുന്നു തൊട്ട് മുമ്പുള്ള ബാലൻസ് ഡ്യൂ. അതിൽ നിന്ന് 3,000 പേയ്മെന്റ് നടത്തി. പിന്നീട് 2,000 പേയ്മെന്റ് നടത്തി. ഇപ്പോൾ വരുന്ന ബാലൻസ് ഡ്യൂ
9,000 ആണ്. 9,000. ഇനി സിയുടെ ബാലൻസ് ഡ്യൂ 7,000 ആയിരുന്നു. അതിൽ നിന്ന് 1,500 പേയ്മെന്റ് നടത്തി, 1,000 പിന്നീട് പേയ്മെന്റ് നടത്തി. അങ്ങനെ മൊത്തം 2,500 പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ബാലൻസ് 4,500 ആണ്. 4,500 ആണ് ഇപ്പോൾ വരുന്ന ബാലൻസ്. ഇനി ലാസ്റ്റ് റിയലൈസേഷൻ, റിയലൈസ്ഡ് ഓൺ 15th മാർച്ച്. റിയലൈസ്ഡ് ഓൺ 15th മാർച്ച്. 15th മാർച്ചില് റിയലൈസ് ചെയ്തിരിക്കുന്നത് 9,000 ആണ്. 9,000 ആണ്. 3:2:1 എന്നുള്ള റേഷ്യോയില് 3 പേർക്കും ഇനി നമുക്ക് പേയ്മെന്റ് നടത്താം. ഇപ്പൊ തുടങ്ങി നമ്മള് 3 പേർക്കും പേയ്മെന്റ് നടത്താൻ തുടങ്ങി. ഇനിയുള്ള പേയ്മെന്റുകളെല്ലാം 3 പേർക്കും നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 9,000ന്റെ 3/6 പോർഷൻ എന്ന് പറയുന്നത് 4,500. 2/6 പോർഷൻ എന്ന് പറയുന്നത് 3,000. അടുത്തത് 1/6 പോർഷൻ എന്ന് പറയുന്നത് 1,500. ഇനി നമുക്ക് മൈനസ് ചെയ്യാം. അൺപെയ്ഡ് ബാലൻസ്, ഇനി റിയലൈസേഷൻ ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് റിയലൈസേഷൻ ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തത്. അൺപെയ്ഡ് ബാലൻസ് ഇവിടെ 13,500 ആയിരുന്നു. എയുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 4,500 പേയ്മെന്റ് നടത്തി. ഇനിയുള്ളത് 9,000 ആണ്. ബിയുടെ 9,000 ആയിരുന്നു ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3,000 പേയ്മെന്റ് നടത്തി. ഇനിയുള്ള 6,000 ആണ്. സിയുടെ 4,500 ആയിരുന്നു. അതിൽ നിന്ന് 1,500 പേയ്മെന്റ് നടത്തി. ഇനിയുള്ളത് 3,000 ആണ്. അപ്പോൾ ഇവിടെ അൺപെയ്ഡ് ബാലൻസ് ആയിട്ട്, അതായത് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അസറ്റുകൾ റിയലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റാത്ത ബാലൻസുകൾ, അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത ബാലൻസ് എന്ന് പറയുന്നത് എയ്ക്ക് 9,000 കൊടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്ക് 6,000 കൊടുക്കാൻ പറ്റിയിട്ടില്ല, സിക്ക് 3,000 കൊടുക്കാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് മെത്തേഡ് മാക്സിമം ലോസ് മെത്തേഡ്. ഇവിടെയും നമ്മൾ സാധാരണ പോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽസിന് 3 കോളങ്ങൾ കൊടുത്തിരിക്കുന്നു. 3 പാർട്ട്നേഴ്സ് ആണുള്ളത്, എ ബി സി. ഇനി ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റർ ആണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു എമൗണ്ടുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഡ്യൂ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള എമൗണ്ട്, അതായത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ള എമൗണ്ടുകൾ, ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസുകൾ ഇത് എടുത്ത് എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് റിയലൈസേഷനിലേക്ക് പോകാം. ഫസ്റ്റ് റിയലൈസേഷൻ ലെസ് റിയലൈസ്ഡ് ഓൺ 15th ജനുവരി. ലെസ് റിയലൈസ്ഡ് ഓൺ 15th ജനുവരി. 15th ജനുവരിയിലാണ് ഫസ്റ്റ് റിയലൈസേഷൻ നടക്കുന്നത്. എമൗണ്ട് കിട്ടുന്നത് 10,000 ആണ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. രണ്ട് മെത്തേഡിലും ആദ്യം പേയ്മെന്റ് നടത്തേണ്ടത് ഔട്ട്സൈഡ് ലയബിലിറ്റി ആണ്. ഇവിടെ ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർക്ക് ആദ്യം പേയ്മെന്റ് നടത്താം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്രെഡിറ്റർക്ക് ഇനി ബാലൻസ് 5,000 കൂടെ ഉണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ ചേഞ്ചുകളൊന്നുമില്ല. നെക്സ്റ്റ് സെക്കൻഡ് റിയലൈസേഷൻ ആണ്. ലെസ് റിയലൈസ്ഡ് ഓൺ 5th ഫെബ്രുവരി. 5th ഫെബ്രുവരിയിൽ റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 20,000 ആണ്. 20,000 നിന്ന് ആദ്യം 5,000 എടുത്ത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. ലെസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000. ഇനി ബാലൻസ് 15,000 ഉണ്ട്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000 ആണ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് നോക്കാം.
ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സിന് ഒന്നുമില്ല. പാർട്ട്നേഴ്സിന്റെ എമൗണ്ടുകൾ എടുത്ത് എഴുതാം. 16,500, 27,000, സി 9,000. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ലെസ് മാക്സിമം ലോസ്. മാക്സിമം ലോസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് 15,000 ആണെന്നുള്ള കാര്യം ഓർക്കുക. 20,000 നിന്ന് 5,000 എടുത്ത് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. ബാക്കിയുള്ള 15,000 ആണ് ഇനി അവൈലബിൾ ക്യാഷ്. അത് നമ്മൾ മറക്കരുത്. ഇനി മാക്സിമം ലോസ് കണ്ടുപിടിക്കാം. ഓരോരുത്തർക്കും കൊടുക്കാനുള്ള എമൗണ്ട് നോക്കാം. 16,500, 27,000, 9,000. മാക്സിമം ലോസ് കണ്ടുപിടിക്കാനായിട്ട് ഇത് മൂന്നുകൂടെ ആഡ് ചെയ്യുക. 16,500, 27,000 പ്ലസ് 9,000. 16,500 പ്ലസ് 27,000 പ്ലസ് 9,000 മൈനസ് ക്യാഷ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ക്യാഷ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 15,000 ആണ് ബാലൻസ് ക്യാഷ്. 15,000 37,500 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. 37,500 ആണ് ഇവിടെ കിട്ടുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഈ മാക്സിമം ലോസ് എമൗണ്ടിനെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ടുള്ള 3:2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 3:2:1 എന്നുള്ള റേഷ്യോയിൽ ഈ മാക്സിമം ലോസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എയുടെ കോളത്തിൽ 18,750, ബിയുടെ കോളത്തില് 12,500, ബിയുടെ കോളത്തിൽ 12,500, സിയുടെ കോളത്തില് 6,250. മാക്സിമം ലോസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 പേരുടെയും ക്യാപിറ്റൽ ബാലൻസുകൾ കൊടുക്കാനുള്ള ക്യാപിറ്റൽ ബാലൻസുകൾ ആഡ് ചെയ്യുന്നു. ലെസ് ക്യാഷ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആണ് 37,500 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാലൻസുകൾ കണ്ടുപിടിക്കാം. ബാലൻസ് കണ്ടുപിടിക്കുന്നത് 16,500 മൈനസ് 18,750. ഇവിടെ നമുക്ക് മൈനസ് വരും, നെഗറ്റീവ് ബാലൻസ് വരുന്നുണ്ട്. 2,250 മൈനസ് വന്നിരിക്കുന്നു. ഇവിടെ 27,000 മൈനസ് 12,500 14,500 ആണ്. 14,500. സിയുടെ നോക്കാം. 9,000 മൈനസ് 6,250 എമൗണ്ട് വന്നിരിക്കുന്നത് 2,750. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 പേരുടെയും 3 പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസുകൾ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടിയത് എയുടെ കോളത്തിൽ മാത്രമാണ് നെഗറ്റീവ് ഫിഗർ വന്നിരിക്കുന്നത്. എയുടെ കോളത്തിൽ മാത്രമാണ് നെഗറ്റീവ് ഫിഗർ വന്നിരിക്കുന്നത്. ബാക്കി 2 പേരുടെയും കോളങ്ങളിൽ പോസിറ്റീവ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. ഈ നെഗറ്റീവ് ഫിഗർ ഡെഫിഷ്യൻസി ആണ്. അത് നമ്മൾ മറ്റു പാർട്ട്നേഴ്സിനായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് AS deficiency between B and C in the ratio of their capital in the capital ratio. ഇവിടെ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് ബിയും സിയും തമ്മിലുള്ള ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്യാപിറ്റലുകൾ 27,000 and 9,000. 27,000 and 9,000 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ റേഷ്യോ 3:1 ആണ്. 3:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഈ ഡെഫിഷ്യൻസി ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2,250 ആണ് ഡെഫിഷ്യൻസി. ഇതിനെ നമുക്ക് 3:1 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2,250 ഇൻറ്റു 3/4 ആണ് ബിയുടെ കോളത്തിൽ വരുന്നത്. 1,650
87.5 1687.5. സിയുടെ കോളത്തിൽ വരുന്നത് 562.5. ഇങ്ങനെയാണ് ഇവിടെ എമൗണ്ടുകൾ വരുന്നത്. ഇത് രണ്ടും നമുക്ക് മൈനസ് ചെയ്യാം. ഈ ഡെഫിഷ്യൻസി മറ്റു രണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇവിടെ എയുടെ കോളത്തിലെ ഡെഫിഷ്യൻസി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ക്യാഷ് പെയ്ഡ് ഓൺ 5th ഫെബ്രുവരിയിലാണ് നമ്മളിവിടെ റിയലൈസ് ചെയ്യുന്നത്. 5th ഫെബ്രുവരിയിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. ഇത് കൂടാതെ പാർട്ട്നേഴ്സ് എത്രയാണ് കൊടുക്കുന്നതാണ് നോക്കുന്നത്. ഇവിടെ എയുടെ കോളത്തിൽ 0 വന്നു. ബിയുടെ കോളത്തിൽ 14,500 മൈനസ് 1,687.5. ഇവിടെ വരുന്നത് 12,812.5. 12,812.5. സിയുടെ കോളത്തില് 2,750 മൈനസ് 562.5. ഫിഗർ വരുന്നത് 2,187.5. ക്യാഷ് പേയ്മെന്റ് നടത്തുന്നത് ഈ പേയ്മെന്റുകളാണ്. നമ്മൾ പാർട്ട്നേഴ്സിന് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. ബിക്ക് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 12,812.5 ആണ്. ഇനി സിക്ക് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 2,187.5 ആണ്. ഇങ്ങനെയാണ് ക്യാഷ് പേയ്മെന്റുകൾ നടത്തിയിരിക്കുന്നത്. ഇനി ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കണ്ടുപിടിക്കണം. ഇനിയും ബാലൻസുകൾ വരുന്നുണ്ട്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ നമ്മൾ എയ്ക്ക് പേയ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എയുടെ അമൗണ്ട് കോളത്തിൽ വ്യത്യാസമൊന്നുമില്ല. 16,500 തന്നെയാണ് വരുന്നത്. ബിയുടെ കോളത്തില് 27,000 ആണ്. 27,000 നിന്ന് 12,812.5 പേയ്മെന്റ് നടത്തി. ഇനിയുള്ളത് 14,187.5 ആണ് ബിയുടെ കോളത്തിൽ വരുന്നത്. ബിയുടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 27,000 ആയിരുന്നു. 27,000 നിന്ന് ക്യാഷ് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 12,812.5 ആണ്. ഇനി സിയുടെ നോക്കാം. സിയുടെ 9,000 ആയിരുന്നു ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2,187.5 പേയ്മെന്റ് നടത്തിയിരിക്കുന്നു. ഇനി വരുന്ന ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 6,812.5 ആണ്. ഇനി വരുന്ന ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 6,812.5 ആണ്. ഇനി അടുത്ത റിയലൈസേഷനിലേക്ക് പോകാം. അടുത്ത റിയലൈസേഷൻ നടക്കുന്നുണ്ട്. 10,500 ആണ് നെക്സ്റ്റ് റിയലൈസേഷനിൽ കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയും മാക്സിമം ലോസ് കണ്ടുപിടിക്കണം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് maximum possible loss, less maximum possible loss. maximum possible loss നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഉള്ള ബാലൻസുകൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. 16,500 plus 14,187.5 plus 6,812.5 minus balance cash available for distribution. ബാലൻസ് ക്യാഷ് അവൈലബിൾ എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണ് 10,500. കിട്ടുന്ന എമൗണ്ട് 27,000 ആണ്. 27,000
നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3 പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 3:2:1 ആണ് ഇവിടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. 27,000 നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 13,500. 27,000 ഇൻറ്റു 3/6 ചെയ്താൽ കിട്ടുന്നത് 13,500. നെക്സ്റ്റ് 9,000. 27,000 ഇൻറ്റു 2/6 ആണ്. അടുത്തത് സിയുടേത് 27,000 ഇൻറ്റു 1/6 എമൗണ്ട് 4,500. 4,500. ഇനി ഇതിനെ മൈനസ് ചെയ്യാം. 16,500 മൈനസ് 13,500 3,000. അടുത്തത് 14,187.5 മൈനസ് 9,000. ബാലൻസ് കിട്ടുന്നത് 5,187.5. അടുത്തത് സിയുടേത് 6,812.5 മൈനസ് 4,500. ബാലൻസ് വരുന്നത് 2,312.5. ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാക്സിമം പോസിബിൾ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് മൈനസ് ചെയ്ത സമയത്ത് ഇവിടെ നെഗറ്റീവ് ബാലൻസുകൾ ഒന്നും വന്നിട്ടില്ല, എല്ലാം പോസിറ്റീവ് ബാലൻസുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെഫിഷ്യൻസിയുടെ പ്രശ്നം വരുന്നില്ല. ഡെഫിഷ്യൻസി വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി ക്യാപിറ്റൽ ബാലൻസിന്റെ ബേസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബാലൻസുകൾ നേരിട്ടങ്ങ് പേയ്മെന്റ് നടത്തിയാൽ മതി. ക്യാഷ് പെയ്ഡ് ഓൺ 10th ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്ത 10,500 എമൗണ്ട് കിട്ടിയതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ പേയ്മെന്റ് നടത്തുന്നതായിട്ട് കാണിക്കുന്നു. ഇനി ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 16,500 ആയിരുന്നു നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3,000 പോയി കഴിഞ്ഞാൽ 13,500. ബിയുടേത് ഇതാണ് മൈനസ് ചെയ്തിരിക്കുന്നത്. ബിയുടേത് 14,187.5 മൈനസ് 5,187.5 ആണ്. ബാലൻസ് വരുന്നത് 9,000. സിയുടേത് 6,812.5 മൈനസ് 2,312.5 ആണ്. ബാലൻസ് വരുന്നത് 4,500 ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗിൽ നിന്ന് കുറയ്ക്കേണ്ടത് ക്യാഷ് പെയ്ഡ് ആണ്, അല്ലാതെ മാക്സിമം ലോസ് കുറയ്ക്കരുത്. ഇവിടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് കണ്ടുപിടിക്കാനായിട്ട് തൊട്ട് മുമ്പത്തെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗിൽ നിന്ന് ക്യാഷ് പെയ്ഡ് എമൗണ്ട് ആണ് കുറയ്ക്കേണ്ടത്. ഇനി അടുത്ത റിയലൈസേഷൻ നടക്കുന്നുണ്ട്. അടുത്ത റിയലൈസേഷൻ നടന്ന് കിട്ടുന്ന എമൗണ്ട് 9,000 ആണ്. ലാസ്റ്റ് റിയലൈസേഷന് കിട്ടുന്ന എമൗണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പോസിബിൾ ലോസ് കണ്ടുപിടിക്കണം. ലെസ് മാക്സിമം പോസിബിൾ ലോസ്. ഈ ബാലൻസുകളുടെ എല്ലാം കൂടെയുള്ള ടോട്ടലാണ് എടുക്കേണ്ടത്. 13,500 പ്ലസ് 9,000 പ്ലസ് 4,500 മൈനസ് ബാലൻസ് ക്യാഷ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ബാലൻസ് ക്യാഷ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിയലൈസേഷനിൽ കിട്ടുന്ന എമൗണ്ട് ആണ് 9,000. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം പോസിബിൾ ലോസ് എന്ന് പറയുന്നത് 18,000 ആണ്. 18,000-നെ 3 പാർട്ട്നേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് 3 പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് കോളങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് 3:2:1 എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. 18,000-നെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന എമൗണ്ട് 9,000
18,000 ഇൻറ്റു 3/6 ആണ്. നെക്സ്റ്റ് ബിയുടെ 18,000 ഇൻറ്റു 2/6, എമൗണ്ട് വരുന്നത് 9,000. സിയുടേത് 18,000 ഇൻറ്റു 1/6 ആണ്, എമൗണ്ട് വരുന്നത് 3,000. എമൗണ്ട് വരുന്നത് 3,000 ആണ്. നമുക്ക് മൈനസ് ചെയ്യാം. തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് മൈനസ് ചെയ്യുന്നത്. 13,500 മൈനസ് 9,000, 4,500 ആണ്. 4,500. നെക്സ്റ്റ് 9,000 മൈനസ് 6,000, 3,000. സിയുടേത് 4,500 മൈനസ് 3,000, 1,500 ആണ്. ഇവിടെയും നോക്കുക, ഇവിടെയും നമുക്ക് നെഗറ്റീവ് ബാലൻസുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വിഷയങ്ങൾ വരുന്നില്ല. അപ്പം ഈ സെയിം എമൗണ്ട് തന്നെയായിരിക്കും ക്യാഷ് പേയ്മെന്റ് ആയിട്ട് നടക്കുന്നത്. ക്യാഷ് പെയ്ഡ് ഓൺ ലാസ്റ്റ് റിയലൈസേഷന്റെ ഡേറ്റ് 15th മാർച്ച്. ക്യാഷ് പെയ്ഡ് ഓൺ 15th മാർച്ച് എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ടുകളാണ്. ഇത്രയും എമൗണ്ടുകൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇനി റിയലൈസേഷൻ ഒന്നുമില്ല. ഇപ്പൊ നടത്തത് ലാസ്റ്റ് റിയലൈസേഷൻ ആണ്. ഇനിയുള്ള ബാലൻസ് എന്തായിരിക്കും? അൺപെയ്ഡ് ബാലൻസ് ആണ്. അൺപെയ്ഡ് ബാലൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അൺപെയ്ഡ് ബാലൻസ് ഇവിടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന എമൗണ്ട് നോക്കാം. 13,500 ആണ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗിൽ നിന്ന് ക്യാഷ് പെയ്ഡ് കുറയ്ക്കാം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 13,500 ആണ്. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 4,500 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 9,000. ഇനി ബിയുടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 9,000 ആയിരുന്നു. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 3,000 കുറയ്ക്കുന്നു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് 6,000 ആണ്. ഇനി സിയുടെ കേസിൽ നോക്കാം. സിയുടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് 4,500 ആയിരുന്നു. അതിൽ നിന്ന് പേയ്മെന്റ് നടത്തുന്ന 1,500 ആണ്. ഇനി അൺപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട്, കൊടുക്കാനുള്ള എമൗണ്ട് 3,000 ആണ്. ഇവിടെ നോക്കിയാൽ ഇനി പാർട്ട്നേഴ്സിന് കിട്ടാനുള്ള എമൗണ്ട് ആണ് അൺപെയ്ഡ് ബാലൻസ് എന്ന് പറഞ്ഞത്. എക്ക് 9,000, ബിക്ക് 6,000, സിക്ക് 3,000 ആണ്. നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. 3:2:1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്യാപിറ്റൽ എയുടേത് 16,500 ആണ്. 27,000 ആണ് ബിയുടേത്. സിയുടെ 9,000. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. ഇവരുടെ ക്യാപിറ്റൽസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാം. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിയുടെ 9,000 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 9,000 ഇൻറ്റു 2 18,000 ആയിരുന്നു ബിയുടെ വരേണ്ടിയിരുന്നത്. അപ്പം അല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. സർപ്ലസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കാം. ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. തന്നിരിക്കുന്ന ക്യാപിറ്റലിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എയുടെ 16,500 ആണ് ക്യാപിറ്റൽ. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5,500 കിട്ടിയിരിക്കുന്നു. ബിയുടെ 27,000 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 13,500 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. സിയുടേത് 9,000. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9,000 തന്നെ കിട്ടുന്നു. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ഓഫ് ബി ആൻഡ് സി ടേക്കിംഗ് എസ് ക്യാപിറ്റൽ എസ് ബേസ്. ഇവിടെ ക്യാപിറ്റലിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ക്യാപിറ്റൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കുക. 5,500 എയുടെ ക്യാപിറ്റലാണ് ഏറ്റവും ചെറിയ എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയുടെ ക്യാപിറ്റലിനെ ബേസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ എയുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കിട്ടാനായിട്ട് 5,500 ഇൻറ്റു 3 16,500 തന്നെ കിട്ടി. നെക്സ്റ്റ് ബിയുടേത് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഏറ്റവും ചെറിയ ക്യാപിറ്റലായിട്ടുള്ള 5,500 ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. 5,500 ഇൻറ്റു 2 11,000. നെക്സ്റ്റ് സിയുടേത് ബേസ് ക്യാപിറ്റലായിട്ട് 5,500 തന്നെ എടുക്കുന്നു. 5,500 ഇൻറ്റു 1 5,500. നെക്സ്റ്റ് എക്സസ് ഓഫ് ആക്ച്വൽ ക്യാപിറ്റൽ ഓവർ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ.
പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ടുള്ള എക്സസ് ക്യാപിറ്റൽ എത്രയാണ് അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എയുടേത് നില്ലേ വരുള്ളൂ, കാരണം ക്യാപിറ്റൽ 16,500 ആണ്. നമ്മുടെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലായിട്ട് എടുത്തത് 16,500 ആണ്. എപ്പോഴും ബേസ് ക്യാപിറ്റലായിട്ട് എടുക്കുന്ന ഏത് പാർട്ട്ണറുടെ ആണോ അയാൾക്ക് എക്സസ് ക്യാപിറ്റലൊന്നും വരത്തില്ല, സർപ്ലസ് ക്യാപിറ്റലിന് ഇല്ലായിരിക്കും. ബിയുടെ നോക്കാം. 27,000 ആയിരുന്നു ക്യാപിറ്റൽ, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ 11,000 ആണ്. അങ്ങനെ എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ ഇത് മൈനസ് ചെയ്താൽ കിട്ടും 16,000 ആണ് കിട്ടിയിരിക്കുന്നത്. സിയുടെ നോക്കാം. സിയുടേത് ക്യാപിറ്റൽ 9,000 ആണ്, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ 5,500 ആണ് വന്നിരിക്കുന്നത്. എക്സസ് ക്യാപിറ്റൽ 9,000 മൈനസ് 5,500 3,500 ആണ് കിട്ടുന്നത്. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സിന് എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ബിക്കും സിക്കും സർപ്ലസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർപ്ലസ് ക്യാപിറ്റൽ രണ്ട് പാർട്ട്നേഴ്സിനുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെ പേയ്മെൻറ്റ് നടക്കണം, ഇതിൽ ആർക്കാണ് ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത്, ആദ്യം എത്ര പേയ്മെൻറ്റ് നടത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കാരണം രണ്ട് പാർട്ട്ണർക്ക് എക്സസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ഒരു പാർട്ട്ണർക്ക് മാത്രമായിരുന്നു എക്സസ് ക്യാപിറ്റൽ വന്നിരുന്നെങ്കിൽ ആ പാർട്ട്ണർക്ക് ആ എക്സസ് ഉള്ള എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതിയായിരുന്നു. ഇവിടെ രണ്ട് പാർട്ട്ണർക്ക് എക്സസ് ക്യാപിറ്റൽ വന്നിട്ടുള്ളതുകൊണ്ട് റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം. സർപ്ലസ് ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ നോട്ട് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. കാൽക്കുലേഷൻ ഓഫ് റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ബിയുടെയും സിയുടെയും സർപ്ലസ് ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സർപ്ലസ് ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച എമൗണ്ട് തന്നെ 16,000, സിയുടേത് 3,500. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നേരത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയാണ്. ബിയുടേത് 2 ആയിരുന്നു, സിയുടേത് 1 ആയിരുന്നു. 2:1 ആണ്, അതെടുത്ത് എഴുതിയിരിക്കുന്നു. ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെയിം, മുമ്പത്തെ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. 16,000-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8. 3,500-നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3,500. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ഓഫ് ബി ടേക്കിംഗ് സീസ് ക്യാപിറ്റൽ എസ് ബേസ്. ഇവിടെ എമൗണ്ട് ചെറുത് വന്നിരിക്കുന്നത്, സ്മോൾ എമൗണ്ട് വന്നിരിക്കുന്നത് സിയുടെയാണ്, 3,500 ആണ്. ആ 3,500-നെ നമുക്ക് ബേസ് ക്യാപിറ്റലായിട്ട് എടുക്കാം. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ബിയുടെ കണ്ടുപിടിക്കാം. 3,500 ഇൻറ്റു 2 7,000 ആണ്. സിയുടേത് 3,500 തന്നെ വരും. 3,500 ഇൻറ്റു 1 3,500 തന്നെ വരും. നെക്സ്റ്റ് റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റലാണ്. ബിയുടെ സർപ്ലസ് ക്യാപിറ്റൽ 16,000 ആയിരുന്നു. അതിൽ നിന്ന് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ 7,000 കുറച്ചിരിക്കുന്നു, 9,000 കിട്ടി. നെക്സ്റ്റ് സിയുടെ നോക്കാം. സിയുടെ ക്യാപിറ്റൽ നമ്മളിവിടെ ബേസ് ആയിട്ട് എടുത്തു, അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസ് ഒന്നും വരികയില്ല. 3,000 മൈനസ് 3,000 0 ആണ്. ഇവിടെ ഒരു പാർട്ട്ണർക്ക് മാത്രം എമൗണ്ട് കൂടുതൽ വന്നിട്ടുണ്ട്. ആർക്കാണ്? ബിക്കാണ് ഇവിടെ സർപ്ലസ് ക്യാപിറ്റൽ, റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ട പാർട്ട്ണർ ബി ആണ്. ഏറ്റവും ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ട എമൗണ്ട് എക്സസ് ആയിട്ടുള്ള 9,000 ആണ്. ആദ്യം ആർക്ക് എത്ര പേയ്മെൻറ്റ് നടത്തണം എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റലും പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും ഈ റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ നമുക്ക് ഇവിടെ രണ്ട് പാർട്ട്നേഴ്സിന് എക്സസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ വരുന്നുണ്ടായിരുന്നു. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നുവെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ ഈ സർപ്ലസ് ക്യാപിറ്റൽ രണ്ടുപേർക്കും പേയ്മെൻറ്റ് കൊടുത്ത് പോയാൽ മതിയായിരുന്നു. എന്നാൽ ഈ കേസിൽ ഈ രണ്ട് പേരുടെയും സർപ്ലസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല. അതുകൊണ്ട് നമ്മൾ ഇവരിൽ ആർക്കാണ് ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയാണ് റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നെങ്കിൽ ഇവിടെ ബിക്കും സിക്കും എമൗണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആദ്യം
അസറ്റ് റിയലൈസ് ചെയ്യുന്നതനുസരിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ 2 പേരും തീർന്നു കഴിഞ്ഞാൽ 3 പേർക്കും ഒരേ രീതിയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങാമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബിയുടെയും സിയുടെയും ക്യാപിറ്റൽസ് സർപ്ലസ് ക്യാപിറ്റലുകൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലല്ല. അതുകൊണ്ടാണ് നമ്മൾ റിവേഴ്സ് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആർക്കൊക്കെയാണ് പേയ്മെൻറ്റ് നടത്താനുള്ളതെന്ന് നോക്കാം. ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, 15,000 ഉണ്ട്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എ, ബി, സി, 3 പാർട്ട്നേഴ്സ്. ഇവിടെ പേയ്മെൻറ്റ് നടത്തേണ്ടത് ക്രെഡിറ്റേഴ്സിനും പാർട്ട്നേഴ്സിനുമാണ്. ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത് എപ്പോഴും ഔട്ട്സൈഡ് ലയബിലിറ്റി ആയിരിക്കും. ഔട്ട്സൈഡ് ലയബിലിറ്റി ഇവിടെ ക്രെഡിറ്റേഴ്സാണ്. ഇനി പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഔട്ട്സൈഡ് ലയബിലിറ്റി ആയ ക്രെഡിറ്റേഴ്സിന് ഒരു കോളം പ്രൊവൈഡ് ചെയ്യുന്നു. ക്യാപിറ്റലുകൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസിന് ഓരോ കോളങ്ങൾ, ഓരോ പാർട്ട്ണർക്ക് ഓരോ കോളം വെച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. എമൗണ്ട് ഡ്യൂ ഓരോ ആൾക്കാർക്കും, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെയും ക്യാപിറ്റൽസിൻ്റെയും എത്രയാണ് ബാലൻസുകൾ എന്നുള്ളത് ആദ്യം കൊടുത്തിരിക്കുന്നു. ആദ്യം അസറ്റ് റിയലൈസ് ചെയ്യുന്നത് 15th January 2017 ആണ്. ആദ്യം കിട്ടുന്ന എമൗണ്ട് ആദ്യം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. 10,000 ആണ് ഇവിടെ കിട്ടുന്നത്. ആ 10,000 നേരെ ക്രെഡിറ്റേഴ്സിന് വേണം കൊടുക്കാനായിട്ട്. 15,000 നിന്ന് 10,000 പേയ്മെൻറ്റ് നടത്തി. ബാലൻസ് ഡ്യൂ 5,000 ഉണ്ട്. 15,000 ആയിരുന്നു ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത്. ആദ്യം അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ 10,000 നിന്ന് 10,000 ഫുൾ എമൗണ്ടും ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റിന് വേണ്ടി കൊടുത്തു. ഇനി ബാലൻസ് ഡ്യൂ ആയിട്ടുള്ളത് 5,000 ആണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾക്ക് യാതൊരു ചേഞ്ചും ഇല്ല. കാരണം പാർട്ട്ണർക്ക് പേയ്മെൻറ്റുകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. നെക്സ്റ്റ് സെക്കൻഡ് റിയലൈസേഷനാണ്. റിയലൈസ്ഡ് ഓൺ 5th February 2017. 20,000 ആണ് 5th February അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയത്. ഈ 20,000 നിന്ന് 5,000 നമ്മൾ നേരെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. കാരണം ഔട്ട്സൈഡ് ലയബിലിറ്റിയാണ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000 ആണ്. 5,000 ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി ക്രെഡിറ്റേഴ്സുമായിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും തീർന്നു. ബാലൻസ് എമൗണ്ട് 15,000 ഉണ്ട്. ബാലൻസ് എമൗണ്ട് 15,000 ആണ് നമുക്ക് നിലവിലെ കയ്യിൽ ഉള്ളത്. ആ ബാലൻസ് എമൗണ്ട് 15,000 നിന്ന് നമുക്ക് ഇനി കൊടുക്കാനുള്ളത് പാർട്ട്നേഴ്സിന് മാത്രമാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റലുകളിലാണ് ഇനി ഈ 15,000 അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം കൊടുക്കേണ്ടത് ബി എന്ന് പറയുന്ന പാർട്ട്ണർക്കാണ്. കാരണം റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ വന്നിരിക്കുന്നത് ബിക്കാണ്. എക്സസ് എമൗണ്ട് റിവേഴ്സ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ എക്സസ് എമൗണ്ട് വന്നിട്ടുള്ളത് ബിക്കാണ്. അതുകൊണ്ട് ആദ്യം 9,000 ബിക്ക് കൊടുക്കാം. ആദ്യം 9,000 ബിയുടെ കോളത്തിൽ കൊടുത്തു. 15,000 ബാലൻസ് ഉണ്ടായിരുന്ന 9,000 കൊടുത്തു. ബാലൻസ് 6,000 ആണുള്ളത്. ബാലൻസ് 6,000 ഉണ്ട്. ഈ ബാലൻസ് ഇപ്പം നമ്മൾ എക്സസ് ഉണ്ടായിരുന്ന എമൗണ്ട് ബിക്ക് കൊടുത്തതോടുകൂടി ബിയും സിയും തമ്മിലുള്ള ആ ഒരു ഡിസ്പാരിറ്റി, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിനേക്കാൾ കൂടുതലുണ്ടായിരുന്ന എമൗണ്ട് നമ്മൾ ബിക്ക് കൊടുത്തു. ഇനി ബിയും സിയും തമ്മിൽ എക്സസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല. 2 പേരുടെയും ക്യാപിറ്റലുകൾ ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അതുകൊണ്ട് ഇനി ബിക്കും സിക്കും കൊടുക്കേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. ബാലൻസ് ഉള്ള 6,000 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുത്തിരിക്കുന്നു. 4,000 2,000 ആണ്. ബാലൻസ് ഡ്യൂ, ബാലൻസ് മൈനസ് ചെയ്തിട്ടുള്ളത് കണ്ടുപിടിച്ചിരിക്കുന്നു. ക്രെഡിറ്റേഴ്സിനൊന്നുമില്ല. എയ്ക്ക് ഇതുവരെ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് എയുടെ ബാലൻസ് 16,500 ആണ്. ബിക്ക് 27,000 ടോട്ടൽ ഉണ്ടായിരുന്നു. അതിൽ 9,000 കൊടുത്തു, പിന്നീട് 4,000 കൊടുത്തു. ഇനിയുള്ള ബാലൻസ് 14,000 ആണ്. സിയുടെ കേസിലേക്ക് നോക്കാം. സിയുടെ ക്യാപിറ്റൽ 9,000 ആയിരുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒക്കെ നമ്മൾ ആകെ സിക്ക് കൊടുത്തിരിക്കുന്നത് 2,000 ആണ്. 2,000 കുറഞ്ഞിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് 7,000.
ബാലൻസ് ഡ്യൂ നമ്മൾ എടുത്തെഴുതിയിരിക്കുന്നു. ലെസ് റിയലൈസ്ഡ് ഓൺ 10th February 2017. 10th February 2017 റിയലൈസ് ചെയ്ത അസറ്റ് 10,500 ആണ്. അതിൽ നിന്ന് 4,500 രൂപയാണ് നമ്മൾ ബിക്കും സിക്കും കൂടെ കൊടുക്കുന്നത്. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ബിക്കും സിയുടെക്കും എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സസ് ഉണ്ടായിരുന്ന എത്രയാണോ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇനി 4,500 കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ബിയുടെയും സിയുടെയും എക്സസ് ആയിട്ടുള്ള എമൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ എമൗണ്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ട് കൊടുത്തിരിക്കുന്നു. അത് കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് ഉള്ള എമൗണ്ട് 6,000 ആണ്. 6,000 എയ്ക്കും ബിക്കും സിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:2:1 എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. 6,000ൻ്റെ 3/6 പോർഷൻ എയുടെ കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ബിയുടെ കോളത്തിൽ 2/6 പോർഷൻ കൊടുത്തിരിക്കുന്നു. 1/6 പോർഷൻ സിയുടെ കോളത്തിലും കൊടുത്തിരിക്കുന്നു. ഇനി ബാലൻസ് ഡ്യൂ ഈ കൊടുത്ത എമൗണ്ട് മൈനസ് ചെയ്യുന്നു. ബാലൻസ് ഡ്യൂ നേരത്തെ 16,500 ആയിരുന്നു. അതിൽ നിന്ന് 3,000 കൊടുത്തു. 13,500 ആണ് ഇപ്പം എയുടെ കോളത്തിൽ ബാലൻസ് ഡ്യൂ വരുന്നത്. ബിയുടെ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ തൊട്ട് മുമ്പുള്ള ബാലൻസ് ഡ്യൂ 14,000 ആണ്. പിന്നീട് 3,000 2,000 കൊടുത്തു. ഇനി വരുന്ന ബാലൻസ് 9,000 ആണ്. സിയുടെ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ബാലൻസ് ഡ്യൂ 7,000 ആയിരുന്നു. അതിൽ നിന്ന് 1,500 പേയ്മെൻറ്റ് നടത്തുന്നു. പിന്നീട് 1,000 പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ബാലൻസ് 7,000 മൈനസ് 1,500 മൈനസ് 1,000 4,500 ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് റിയലൈസ്ഡ് എമൗണ്ട് ലെസ് റിയലൈസ്ഡ് ഓൺ 15th March 2017 9,000 ആണ് കിട്ടിയിരിക്കുന്നത്. 9,000 3:2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എയുടെ കോളത്തിൽ 4,500, ബിയുടെ കോളത്തിൽ 3,000, സിയുടെ കോളത്തിൽ 1,500. അൺപെയ്ഡ് ബാലൻസ് വരുന്നത് ഈ കൊടുത്ത എമൗണ്ട് മൈനസ് ചെയ്തുള്ള എമൗണ്ട് ആണ്. എയുടെ കോളത്തിൽ 13,500 മൈനസ് 4,500 9,000. ബിയുടെ കോളത്തിൽ 9,000 മൈനസ് 3,000 6,000. സിയുടെ കോളത്തിൽ 4,500 മൈനസ് 1,500 3,000 വന്നിരിക്കുന്നു. നെക്സ്റ്റ് മാക്സിമം പോസിബിൾ ലോസ് മെത്തേഡ്. ഇവിടെയും ക്രെഡിറ്റേഴ്സിന് സെപ്പറേറ്റ് കോളം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 3 പാർട്ട്നേഴ്സിനും സെപ്പറേറ്റ് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബാലൻസ് ഡ്യൂ 15,000 ക്രെഡിറ്റേഴ്സ്. ക്യാപിറ്റൽസ് എ 16,500, ബി 27,000, സി 9,000. ഈ കേസിലും ഔട്ട്സൈഡ് ലൈബിലിറ്റി ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത്. രണ്ട് മെത്തേഡിലും ഔട്ട്സൈഡ് ലൈബിലിറ്റീസിനാണ് ആദ്യം പേയ്മെൻറ്റ് നടത്തേണ്ടത്. ലെസ് റിയലൈസ്ഡ് ഓൺ 15th January 2017 10,000. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10,000. ഇവിടെ ഫസ്റ്റ് റിയലൈസേഷൻ എമൗണ്ട് 10,000 ആണ്. ആ ഫുൾ എമൗണ്ടും ക്രെഡിറ്റേഴ്സിന് തന്നെ ആദ്യം പേയ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 5,000. 15,000 നിന്ന് 10,000 പേയ്മെൻറ്റ് നടത്തി. ബാലൻസ് ഉള്ള 5,000. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ സെയിം ബാലൻസ് തന്നെ 16,500, 27,000, സി 9,000. ലെസ് റിയലൈസ്ഡ് ഓൺ 5th February 2017 രണ്ടാമത്തെ റിയലൈസേഷൻ ആണ്. ഈ എമൗണ്ട് 20,000. അതിൽ നിന്ന് 5,000 ബാലൻസ് ക്രെഡിറ്റേഴ്സ് കൊടുക്കണം. ബാലൻസ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള 5,000 ഉണ്ട്. അത് ആദ്യം തന്നെ പേയ്മെൻറ്റ് നടത്തുക. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000. ഇനി ക്രെഡിറ്റേഴ്സിന് ബാലൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ക്രെഡിറ്റേഴ്സിൻ്റെ കോളത്തിൽ 0 വരുന്നു. ബാലൻസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ 15,000 ഉണ്ട്. 20,000-ൽ 5,000 ആണ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത്. ബാലൻസ് 15,000 ഉണ്ട്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 3 പാർട്ട്നേഴ്സിൻ്റെയും ബാലൻസുകൾ ക്യാപിറ്റൽ ബാലൻസുകൾ എടുത്ത് എഴുതിയിരിക്കുന്നു. ലെസ് മാക്സിമം ലോസ് കണ്ടുപിടിക്കണം. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ
മൂന്ന് പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ ബാലൻസുകൾ ആഡ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അതിനോടുകൂടി അതിൽ നിന്ന് ബാലൻസ് ക്യാഷ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണോ അത് മൈനസ് ചെയ്യണം. ഇവിടെ 15,000 ആണ് ബാലൻസ് ക്യാഷ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എയുടെ 16,500 പ്ലസ് ബിയുടെ 27,000 പ്ലസ് സിയുടെ 9,000 മൈനസ് ബാലൻസ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ 15,000. എമൗണ്ട് 37,500 ആണ്. 37,500നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3:2:1 എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് മൂന്ന് പാർട്ട്ണറുടെയും കോളങ്ങളിൽ കൊടുത്തിരിക്കുന്നു. എ 18,750, ബി 12,500, സി 6,250. പാർട്ട്ണർ എയുടെ നെഗറ്റീവ് ബാലൻസ് അഥവാ ഡെഫിഷ്യൻസി ഷെയർ ചെയ്തിരിക്കുന്നത് ബിയും സിയുമാണ്. അവരുടെ ക്യാപിറ്റൽ റേഷ്യോയാണ്. ക്യാപിറ്റൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബിയുടെ ക്യാപിറ്റൽ 27,000 ആയിരുന്നു, സിയുടെ 9,000 ആയിരുന്നു. 27,000:9,000 അങ്ങനെയാണ് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുന്നത്. 3:1 ആണ് ക്യാപിറ്റൽ റേഷ്യോ. ആ റേഷ്യോയിലാണ് ബിയും സിയും ഈ എയുടെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ് ഓൺ 5th February 2017. 5th February എന്ന് ഉദ്ദേശിക്കുന്നത് അസറ്റ് റിയലൈസ് ചെയ്ത ഡേറ്റ് ആണ്. എയുടെ 0 ആണ് വന്നിരിക്കുന്നത്. 2,250 നെഗറ്റീവായിരുന്നു. സെയിം എമൗണ്ട് തന്നെ രണ്ട് പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അതുകൊണ്ട് അവിടെ 0 വന്നു. ബിയുടെ 12,812.5 ആണ്. 14,500 മൈനസ് 1,687.5 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ ഫിഗറാണ്. സിയുടേത് 2,187.5 ആണ് ക്യാഷ് പെയ്ഡ് വന്നിരിക്കുന്നത്. സിയുടെ കോളത്തിലെ 2,750 മൈനസ് 562.5 മൈനസ് ചെയ്തതാണ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. നെക്സ്റ്റ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പെയ്ഡ് കുറച്ചുള്ള എമൗണ്ടാണ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത്. തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് ക്യാഷ് പെയ്ഡ്, നമ്മുടെ തൊട്ട് മുമ്പിലത്തെ കോളമായ ക്യാഷ് പെയ്ഡ് എമൗണ്ട് കുറച്ചിട്ടുള്ള ഫിഗറാണ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത്. എയുടെ നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്, തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 16,500 ആയിരുന്നു. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് കുറയ്ക്കുക. ഇവിടെ എയുടെ കേസിൽ ക്യാഷ് പെയ്ഡ് ഇല്ല, അതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ 16,500 തന്നെയാണ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. ബിയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 27,000 ആയിരുന്നു. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 12,812 ആൻഡ് 12.5 ആണ്. അത് മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് 14,187.5. സിയുടെ കേസിൽ തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 9,000 ആയിരുന്നു. 9,000 നിന്ന് ക്യാഷ് പെയ്ഡ് 2,187.5 മൈനസ് ചെയ്തിരിക്കുന്നു. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 6,812.5 ആണ് ആൻസർ വന്നിരിക്കുന്നത്, ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് റിയലൈസേഷൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് റിയലൈസേഷൻ നടക്കുന്നത് 10th February 2017 കിട്ടുന്ന എമൗണ്ട് 10,500 ആണ്. 10,500 ആണ് അസറ്റ് റിലീസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. മാക്സിമം പോസിബിൾ ലോസ് നമുക്ക് കണ്ടുപിടിക്കണം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്ന് അസറ്റ് റിലീസ് ചെയ്ത് കിട്ടുന്ന ക്യാഷ് മൈനസ് ചെയ്യുക. ഇവിടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എയുടെ 16,500, ബിയുടെ 14,187.5, സിയുടേത് 6,812.5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന 10,500 ലെസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് 27,000 ആണ്. 27,000നെ മാക്സിമം പോസിബിൾ ലോസ് ആയിട്ടുള്ള 27,000നെ
പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 3 പാർട്ട്നേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എയുടെ കോളത്തിൽ 13,500, ബിയുടെ കോളത്തിൽ 9,000, സിയുടെ കോളത്തിൽ 4,500. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് ഈ എമൗണ്ടുകൾ കുറയ്ക്കുന്നു. ഒരു പാർട്ട്ണർക്കും ഇവിടെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ബാലൻസ് വരുന്നില്ല, എല്ലാവർക്കും പോസിറ്റീവ് ബാലൻസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള, ഡെഫിഷ്യൻസി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഇവിടെ ഡെഫിഷ്യൻസി ഇല്ല. ക്യാഷ് പെയ്ഡ് ഓൺ 10th February 2017 ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ മാക്സിമം പോസിബിൾ ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത എമൗണ്ട് തൊട്ട് മുമ്പുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ്. എയുടെ കേസിൽ 16,500 ആയിരുന്നു ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ നിന്ന് മാക്സിമം പോസിബിൾ ലോസിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 27,000 ഇൻറ്റു 3/6 13,500 കുറയ്ക്കുന്നു. ക്യാഷ് പെയ്ഡ് 3,000 ആണ്. ബിയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 14,187.5. അതിൽ നിന്ന് മാക്സിമം പോസിബിൾ ലോസിൻ്റെ ഷെയറായിട്ടുള്ള 9,000 കുറയ്ക്കുന്നു. 9,000 കിട്ടിയിരിക്കുന്നു. 27,000 ഇൻറ്റു 2/6 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ക്യാഷ് പെയ്ഡ് 5,187.5 ആണ്. സിയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 6,812.5. മാക്സിമം പോസിബിൾ ലോസിൻ്റെ ഷെയർ വരുന്നത് 4,500. 27,000 ഇൻറ്റു 1/6 ആണ് 4,500. ക്യാഷ് പെയ്ഡ് വരുന്നത് 2,312.5. നെക്സ്റ്റ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് ക്യാഷ് പെയ്ഡ് കുറയ്ക്കുന്നതാണ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എയുടേത് 16,500 മൈനസ് 3,000 13,500 ആണ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്. ബിയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 14,187.5. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 5,187.5 മൈനസ് ചെയ്യുന്നു. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുന്നത് 9,000. സിയുടെ കേസിൽ തൊട്ട് മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് 6,812.5. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 2,312.5 മൈനസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ പുതിയ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് 4,500 ആണ്. നെക്സ്റ്റ് റിയലൈസേഷൻ, അതായത് ലാസ്റ്റ് റിയലൈസേഷനാണ്. ലാസ്റ്റ് റിയലൈസേഷൻ നടക്കുന്നത് 15th മാർച്ചിലാണ്. 9,000 ആണ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്. നമുക്ക് മാക്സിമം പോസിബിൾ ലോസ് കണ്ടുപിടിക്കണം. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് മാക്സിമം പോസിബിൾ ലോസ് മൈനസ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം പോസിബിൾ ലോസ് കണ്ടുപിടിക്കണം. മാക്സിമം പോസിബിൾ ലോസ് കണ്ടുപിടിക്കുന്നത് നിലവിലെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് അവൈലബിൾ ക്യാഷ് മൈനസ് ചെയ്യുക. ഇവിടെ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് എയുടേത് 13,500, ബിയുടേത് 9,000, സിയുടേത് 4,500. ഇത് മൂന്നുകൂടെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അതാണ് ക്യാഷ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ, അത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന 18,000 ആണ്. ഈ 18,000 മാക്സിമം പോസിബിൾ ലോസ് ആണ്. അതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. 18,000 ഇൻറ്റു 3/6 9,000 ആണ് എയുടെ ഷെയർ വരുന്നത്. ബിയുടെ കോളത്തിൽ വരുന്നത് 18,000 ഇൻറ്റു 2/6 6,000. സിയുടെ കോളത്തിൽ വരുന്നത് 18,000 ഇൻറ്റു 1/6 3,000 ആണ്. ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് ഓരോ പാർട്ട്ണറുടെയും മാക്സിമം പോസിബിൾ ലോസിൻ്റെ ഷെയർ മൈനസ് ചെയ്യുന്നു. ഈ കേസിലും ആർക്കും ഡെഫിഷ്യൻസി വരുന്നില്ല, നെഗറ്റീവ് ഫിഗറുകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സെയിം എമൗണ്ട് തന്നെ കിട്ടുന്ന എമൗണ്ടാണ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നത്. ക്യാഷ് പെയ്ഡ് ഓൺ 15th March 2017. എയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 13,500 നിന്ന് മാക്സിമം പോസിബിൾ ലോസ് 9,000 കുറയ്ക്കുന്നു, 4,500. ബിയുടെ കേസിൽ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 9,000 നിന്ന് മാക്സിമം പോസിബിൾ ലോസ് 6,000 കുറച്ചിരിക്കുന്നു. സിയുടെ കേസിൽ
ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 4500 നിന്ന് മാക്സിമം പോസിബിൾ ലോസിൻ്റെ ഷെയർ 3000 കുറച്ചിരിക്കുന്നു. ഇനി അൺപെയ്ഡ് ബാലൻസ് ആണ്. കാരണം ഇനി റിയലൈസ് ചെയ്ത് നമുക്ക് എമൗണ്ട് ഒന്നും കിട്ടാനായിട്ടില്ല. ഇനിയുള്ള ബാലൻസ് അൺപെയ്ഡ് ആണ്, പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത ബാലൻസ് ആണ്. തൊട്ടു മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് ക്യാഷ് പെയ്ഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺപെയ്ഡ് ബാലൻസ് കിട്ടും. എയുടെ കേസിൽ 13,500 ആയിരുന്നു തൊട്ടു മുമ്പുള്ള ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 4,500 കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്നത് അൺപെയ്ഡ് ബാലൻസ് ആണ്. ബിയുടെ കേസിൽ 9,000 ആയിരുന്നു ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് കുറയ്ക്കുന്നു, 6,000 ആണ് അൺപെയ്ഡ് ബാലൻസ്. സിയുടെ കേസിൽ 4,500 ആയിരുന്നു ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ നിന്ന് ക്യാഷ് പെയ്ഡ് 1,500 കുറയ്ക്കുന്നു, അപ്പോൾ കിട്ടുന്ന 3,000 ആണ് സിയുടെ അൺപെയ്ഡ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ കേസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് മാക്സിമം പോസിബിൾ ലോസ് കുറയ്ക്കുമ്പോഴാണ് ക്യാഷ് പെയ്ഡ് കിട്ടുന്നത്. ക്യാഷ് പെയ്ഡ് കിട്ടുമ്പോൾ ആ എമൗണ്ട് ഏതെങ്കിലും പാർട്ട്ണറുടെ കോളത്തിൽ നെഗറ്റീവ് ബാലൻസ് വരികയാണെങ്കിൽ ഡെഫിഷ്യൻസിയാണ്. ആ ഡെഫിഷ്യൻസി വരുന്ന കേസിൽ അത് മറ്റ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അഥവാ അങ്ങനെ നെഗറ്റീവ് ബാലൻസ് വരുന്നില്ല എങ്കിൽ മാക്സിമം പോസിബിൾ ലോസ് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുറച്ച് കിട്ടുന്ന പോസിറ്റീവ് ഫിഗറുകൾ, ആ ഫിഗറുകൾ തന്നെയായിരിക്കും ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ട എമൗണ്ട്. Thank you for watching this video.